എടാ ഈ ലോകത്തെ മനുഷ്യന്മാരുടെ ജീവനൊക്കെ എന്ത് ഗ്യാരണ്ടിയാണോ ഉള്ളത്? ഇവിടെ സത്യം ഈ ന്യൂസ് പേപ്പറൊക്കെ ഇപ്പൊ തുറക്കാൻ പറ്റും എന്റെ പൊന്നളിയ. മൊത്തം ഈ മരിച്ചവരുടെ ലിസ്റ്റാണ്. എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ? ആദ്യം നിപ്പ, പിന്നെ കൊറോണ, അത് കഴിഞ്ഞ് ഇപ്പതേ പുതിയ കുറെ സാധനങ്ങൾ. എന്ത് ഷിഗല്ല, പിന്നെന്ത് അമേരിക്ക മസ്തിഷ്കത്തിലുണ്ടായ ജ്വരം. ആ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. നമ്മൾ ഈ ലോകത്തൊക്കെ എങ്ങനെ ജീവിക്കൂടാ? ഇന്നലെ നമ്മൾ മരിച്ചു ചന്ദ്രമാന്റെ വീട്ടിൽ പോലായിരുന്നു. അവിടുത്തെ ചേച്ചി എന്തൊരു കരച്ചിലായിരുന്നു. അയ്യോ, എനിക്കും അങ്ങ് വിഷമമായത് കണ്ടിട്ട് കേട്ടോ. ശരിയാ. ഇപ്പൊ ഞാൻ മരിച്ചു പോയാലും ആരെങ്കിലൊക്കെ കരയാനുണ്ടായിരിക്കില്ലേ? ആരും കരയില്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി കരയാൻ എനിക്കറിയാം. നീ എന്റെ കൂട്ടുകാരനല്ല. ഞാനെന്തിനാണ്? നീ എന്റെ പെണ്ണും പിള്ളയാടാ. ഇയാള് ചത്തു വലഞ്ഞ് നടക്കുമ്പോ കിടന്ന് കരയാൻ. അവിടെ ഇറക്ക പോയി പനി നോക്കടാ. എടാ അതെന്ത് വർത്താനമാടാ? ഒന്നുമില്ല, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേടാ. ഓട്ടെ, നീയും എന്റെ കൂട്ടുകാരനല്ലേടാ. ഒന്ന് 10 പേര് കൂടുതൽ തോന്നുന്നത് കരയാൻ നിനക്ക് എന്താടാ കുറച്ചില്? ഒന്ന് പോയായിരിക്കും. എടാ എന്താടാ? എന്തേലും ആവട്ടെ, കരയണമെങ്കിൽ കരയാ. തീർന്നല്ല പ്രശ്നം. നീ എങ്ങനെയാടാ കരയുന്നത്? ഇന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇന്ന് കാണിച്ചു തരൂ. നിനക്ക് വയ്യട ഇർക്ക. ഞാൻ ചത്തുപോയപ്പോ നീ കരയുന്നത് ഞാൻ എങ്ങനെ കാണുവാടാ? ഒന്ന് കരയാടാ പ്ലീസ് ഡാ. അയ്യേ, ഇങ്ങനെയാണെങ്കിൽ കരയണ്ട കേട്ടോ. മിണ്ടാതിരുന്നാൽ അതാണ്ട് ഒരുമാതിരി 2 വർത്തമാനം സംസാരിക്കില്ല. ഞാൻ ഇവിടെ കിടന്ന് എക്സ്പ്രഷൻ ഒന്നും ഇട്ടോ നീ കണ്ടില്ലേ? ഇങ്ങനൊക്കെ പോവാടാ എന്റെ മോഹൻ. നിനക്ക് ശ്രദ്ധിക്കണമായിരുന്നു. നീ അങ്ങനെയാണ് നീ വർത്തമാനം പറയത്തില്ലായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ട കിട്ടതാണ് ഞാൻ. നീ ഇത് കരഞ്ഞതായിരുന്നു. ഞാൻ വിചാരിച്ച് ചത്തിടക്കം എന്നെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കുന്നു. കൊഞ്ഞണോ? ഞാൻ ചത്തി കഴിഞ്ഞാൽ നീ എങ്ങനെ കരയുന്നതാണ് ഇറ. ബാക്കി ഞാൻ അന്നേരം ഞാൻ പറഞ്ഞുതരാം. നീ കരവാ. എന്നാ കണ്ടോ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ അവിടെ എന്റെ വീടിന്റെ പരിസരത്ത് നിന്നെ കണ്ടുവല്ല അന്നത്തെ ദിവസം. നിനക്കുള്ള ഇഡലി സാമ്പാറൊക്കെ ഞാൻ വീട്ടിലോട്ട് എങ്ങനെയും എത്തിച്ചേക്കാം. കണ്ടുവല്ല എന്റെ പരിസരത്ത് നിന്നെ. എന്തുവാണോ ഇത്? കുഷ്ഠരോഗോ നിനക്ക്? അതൊക്കെ വീട് പോട്ടെ. ഞാൻ മരിച്ചു നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും അത് പറ. നല്ലൊരു ചോദ്യമാണ് അത്. നീ എന്റെ കൂട്ടുകാരനാ. നീ മരിച്ചു പോയ കുറെ ജനങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് അന്നദാനം നടത്തും. നിന്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി. എടാ നീ അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നീ ആപ്പടെ എനിക്ക് ഇത് മാത്രം ചെയ്താൽ. ഞാൻ ചത്തുപോയാലും എന്റെ ഫോൺ എടുത്ത് നീ വല്ല കടലിലോ കായലിലോ എവിടെയെങ്കിലും എടുത്ത് എറിയോ എടുത്ത് താഴ്ത്തോ എന്തെങ്കിലും ചെയ്താൽ അത് മാത്രം. എന്താണേലും എങ്ങനെയാണേലും പിന്നെ ആരെയില്ല ഫോൺ കിട്ടരുത്. അത് മാത്രം. എന്നോടൊപ്പം ആ സത്യങ്ങളെല്ലാം മണ്ണടിഞ്ഞു. എടാ എങ്കിലേ നീ അന്നദാനത്തിൽ ചെയ്യുന്ന പൈസക്കാരന് 1000 രൂപ തരും. കടവെട്ട് മതി. എടാ ഞാൻ നിന്റെ ആരാടാ? അതെന്താടാ മോനെ അങ്ങനെ ഒരു ചോദ്യം? നീ എന്റെ കൂട്ടുകാരനല്ലേടാ. ആ കൂട്ടുകാരൻ. നോട്ട് ദ പോയിന്റ്. ഡാഡി അല്ല. മനസ്സിലായോടാ? ചോദിക്കുമ്പോ പൈസ ഉണ്ടാക്കി വെച്ചേക്കാന്നല്ലേ.